ഇത് ക്രോംപ്ടന്റെ നൈറ്റ് ബഡി. ഇത് ഇങ്ങനെ പ്ലഗിൽ കുത്തുക, അതിനുശേഷം ഓൺ ആക്കുക. ഇവിടെ ലൈറ്റ് കത്തും. ഇതൊരു 0.5 വാട്ടിന്റെ നൈറ്റ് ലൈറ്റ് ആണ്. പക്ഷേ ബാക്കിൽ കണ്ടോ ഒരു USB പോർട്ട്. യെസ്, ഇത് ഒരു ചാർജർ കൂടെയാണ്. ഇതിൽ USB കേബിൾ കുത്തി ഡയറക്റ്റ് നമ്മുടെ ഫോണിൽ കുത്തി ഫോൺ ചാർജ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ നൈറ്റിൽ ചാർജ് ചെയ്തുകൊണ്ട് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു നൈറ്റ് ലാമ്പ് ആയിട്ടും ചാർജറായിട്ടും ഈ ഒരു സാധനം യൂസ് ചെയ്യാം. ആൻഡ് ഇത് വളരെ യൂസ്ഫുൾ ആണ്. പ്ലസ് ഇതിന്റെ പ്രൈസ് ജസ്റ്റ് 129 രൂപ മാത്രമാണുള്ളത്. അടുത്തതായി നമ്മുടെ കയ്യിലുള്ളത് ഒരു USB റിംഗ് ലൈറ്റ് ആണ്. പക്ഷേ ഇതൊരു സാധാ USB റിംഗ് ലൈറ്റ് ഇല്ല. ഇവിടെ കണ്ടോ ഈ ഒരു ഓട്ട, ഇതിനകത്ത് മൈക്രോഫോൺ ഉണ്ട്. ഇത് USB പോർട്ടിൽ കുത്തിയിട്ട് ഓൺ ആക്കുക. ഇനി ഞാൻ പറയുകയാണ്, ടേൺ ഓഫ് ലൈറ്റ്, ടേൺ ഓൺ ലൈറ്റ്, മിനിമം ബ്രൈറ്റ്നസ്, മാക്സിമം ബ്രൈറ്റ്നസ്, ചേഞ്ച് കളർ, ചേഞ്ച് കളർ, ടേൺ ഓഫ് ലൈറ്റ്. ഏറ്റവും രസകരമായ കാര്യം, ഇതിന് വൈഫൈയും വേണ്ട, ബ്ലൂടൂത്തും വേണ്ട, ഇന്റർനെറ്റ് കണക്ഷനും വേണ്ട. ഈ പരിപാടികളെല്ലാം നടക്കുന്നത് ഉള്ളിൽ തന്നെയാണ്. ആൻഡ് ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് 249 റുപ്പീസ്. അടുത്തതായി നമ്മുടെ കയ്യിലുള്ളത് ഒരു വാട്ടർ പ്രൂഫ് LED ലൈറ്റ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫിലമെന്റ് ബൾബ് പോലെ തോന്നും, പക്ഷേ ഇതിനകത്തുള്ള ഫിലമെന്റ് പോലും LED ആണ്. ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഓൺ ആവും. ആൻഡ് 3 ലെവൽ ബ്രൈറ്റ്നസ്സിൽ നമ്മൾക്ക് ഇത് കൺട്രോൾ ചെയ്യാം. ഈ അടച്ചു വെച്ചിരിക്കുന്ന ഫ്ലാപ്പ് ഓപ്പൺ ചെയ്താൽ ഇതിനകത്തൊരു USB-C പോർട്ട് ഉണ്ട്. ഒരു USB കേബിളും ബോക്സിലുണ്ട്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. മുകളിൽ കണ്ടില്ലേ, നിങ്ങൾക്ക് ഒരു ഹുക്കും കൂടെ കിട്ടും. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇതൊരെണ്ണം മേടിച്ച് കാറിനകത്ത് വെക്കുക. എന്തെങ്കിലും എമർജൻസിക്ക് കാർ ബ്രേക്ക് ഡൗൺ ആയി പോയി എങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഗാർഡൻ ലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യാം, ക്യാമ്പിങ്ങിന് യൂസ് ചെയ്യാം, വീട്ടിലൊരു എമർജൻസി ലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഒരു ഫുൾ ചാർജ് ചെയ്താൽ ലോ ബ്രൈറ്റ്നസ്സിൽ 5 മണിക്കൂർ കത്തും, ഹൈ ബ്രൈറ്റ്നസ്സിലാണെങ്കിൽ 2 മണിക്കൂറോളം കത്തും. ഇത് 2 എണ്ണത്തിന്റെ പെയർ ആയിട്ടാണ് മേടിക്കാൻ കിട്ടുന്നത്. ആൻഡ് ഈ 2 എണ്ണത്തിന്റെ പ്രൈസ് 279 റുപ്പീസ്. അടുത്തത് ഒരു രസകരമായ ഗാഡ്ജറ്റ് ആണ്. ചില ആൾക്കാർ ചിലപ്പോൾ ഇത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ യൂസ് ചെയ്തേക്കാം. ഇത് ഒരു ഫിംഗർ ഗ്ലൗസ് ആണ് വിത്ത് ലൈറ്റ്. ഇവിടെ കണ്ടില്ലേ ഫ്രണ്ടിൽ ഇതൊരു LED ലൈറ്റ് ആണ്. ആൻഡ് ഇവിടെ വട്ടത്തിനകത്ത് ഒരു സ്വിച്ച് ഉണ്ട്. സോ ഇത് നമ്മൾ ഇങ്ങനെ കയ്യിലേക്ക് കെട്ടിയതിന് ശേഷം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൈയുടെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ലൈറ്റ് വന്നു. സോ ഇരുട്ടത്തൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ എന്തെങ്കിലും സാധനങ്ങൾ തപ്പിയെടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഇല്ല, നിങ്ങൾക്ക് സ്ക്രൂവും കാര്യങ്ങളെല്ലാം തിരിക്കണം, ഈവൻ കാർ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പയർ ചെയ്യണം. ആ ഒരു സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഫിംഗർ ഗ്ലൗസ് ലൈറ്റ് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇത് ബാറ്ററിയിലാണ് ഓടുന്നത്. ആൻഡ് യെസ്, ഞാൻ വാങ്ങിയതിൽ ഒരു ഗ്ലൗസ് മാത്രമേ കത്തുന്നുള്ളൂ, മറ്റേ ഗ്ലൗസിന്റെ ബാറ്ററി തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സാധനത്തിന്റെ പ്രൈസ് വരുന്നത് 292 റുപ്പീസ് ആണ്. മറവി രോഗം കൂടുതലുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആയിരിക്കും ഈ എലക്വ എന്ന ബ്രാൻഡിന്റെ ഈ ഒരു സോക്കറ്റ്. നിങ്ങൾ ഫോണോ ലാപ്ടോപ്പോ ടാബ്ലറ്റോ ക്യാമറയോ എന്തെങ്കിലും ചാർജ് ചെയ്യുന്ന സാധനങ്ങൾ ഓവർനൈറ്റ് കുത്തിയിടുന്ന വ്യക്തിയാണ്, പക്ഷേ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഓവർ ചാർജ് ആകുമെന്ന് പേടി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പ്ലഗിൽ കുത്തുന്നതിന് മുന്നേ ഈ ഒരു സാധനം പ്ലഗിൽ കുത്തുക. ഇത് ഓട്ടോ കട്ട് ഓഫ് ഉള്ള ഒരു 6 ആംപിയർ സോക്കറ്റ് ആണ്. ഫ്രണ്ടിൽ കണ്ടില്ലേ, നിങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ കാണാം. ഇവിടെ കുറച്ച് ബട്ടൺസ് ഒക്കെ ഉണ്ട്. സോ ഇത് നമ്മൾ പ്ലഗിൽ കുത്തി ഓൺ ആക്കിയതിന് ശേഷം ഇവിടെ അവറും മിനിറ്റും കാണിക്കുന്നുണ്ട്. പ്ലസും മൈനസും ബട്ടൺസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവറും മിനിറ്റും ചേഞ്ച് ചെയ്യാം. താഴെ നിങ്ങൾക്കൊരു ഓണും ഓഫും ആയിട്ടുള്ള ഒരു LED ഇൻഡിക്കേറ്ററും ഉണ്ട്. സോ നിങ്ങൾ ടൈമർ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് കുത്തി ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി ആ ഒരു ടൈം കഴിയുമ്പോൾ ഈ ഒരു സോക്കറ്റ് ഓട്ടോ കട്ട് ഓഫ്. ഇവൻ നിങ്ങൾ രാത്രി ഷോപ്സിലൊക്കെ സൈൻ ബോർഡ് ഒക്കെ ഓൺ ആക്കിയിട്ട് പോവാണ്, രാവിലെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവണമെങ്കിലും ഈ ഒരു സാധനം സെറ്റ് ചെയ്യാം. മാക്സിമം 9 മണിക്കൂർ 45 മിനിറ്റ് വരെയാണ് ടൈം വെക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് 499 റുപ്പീസ് ആണ്. ഈ 2 ലാപ്ടോപ്പുകളും കണ്ടു കഴിഞ്ഞാൽ ഇതിൽ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. പക്ഷേ ഒരു മേജർ പ്രശ്നമുണ്ട്. ഈ ലാപ്ടോപ്പിനകത്ത് നിങ്ങൾക്ക് എതർനെറ്റ് കേബിൾ കുത്താൻ പറ്റും, പക്ഷേ ഇതിനകത്ത് എതർനെറ്റ് കേബിൾ കുത്താനുള്ള പോർട്ട് ഇല്ല. ഇപ്പോൾ വരുന്ന മിക്ക പുതിയ ലാപ്ടോപ്പുകളിൽ ഒന്നും തന്നെ എതർനെറ്റ് പോർട്ട് കിട്ടുന്നില്ല. പക്ഷേ സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടണം ഹൈ സ്പീഡിലെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് എതർനെറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വൈഫൈ കണക്ട് ചെയ്ത് ഹാക്ക് ചെയ്യുന്ന പേടി ഉണ്ടെങ്കിലും എതർനെറ്റ് ഇസ് ദ ബെസ്റ്റ്. ഈവൻ പല ഓഫീസുകളിലും നിങ്ങൾക്ക് ചിലപ്പോൾ വൈഫൈക്ക് പകരം എതർനെറ്റ് കേബിൾ ആയിരിക്കും കിട്ടുന്നത്. ഇത് DP ലിങ്കിന്റെ ഒരു USB എതർനെറ്റ് അഡാപ്റ്റർ ആണ്. ജസ്റ്റ് നിങ്ങളുടെ USB പോർട്ടിലേക്ക് കുത്തുക, അതിനുശേഷം ഇതിലേക്ക് എതർനെറ്റ് കേബിൾ കുത്തിക്കഴിഞ്ഞാൽ സംഭവം റെഡി. നിങ്ങൾക്ക് ഇനി എതർനെറ്റ് നിങ്ങളുടെ ലാപ്ടോപ്പിലും യൂസ് ചെയ്യാം. ഇത് USB 2.0 ആണ്. മാക്സിമം 100 Mbps വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രൈസ് 799 ആണ്. USB 3.0 ഉണ്ട്, അതിന്റെ പ്രൈസ് 1099 വരുന്നുണ്ട്. പിന്നെ Type-C പോർട്ട് മാക് പോലെ ആണെങ്കിൽ Type-C to എതർനെറ്റ് കേബിൾ അഡാപ്റ്റർ ഉണ്ട്. അത് 1199 റുപ്പീസ് ആണ്. ആൻഡ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മഴ പെയ്യുന്ന മേഘമാണ്. പല ആൾക്കാർ ഇതിനെ മഷ്റൂം ലൈറ്റ് എന്നും വിളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സാധനത്തിന് എന്ത് പേരാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല. ഇതിന് ഹ്യൂമിഡിഫയർ എന്ന് വേണമെങ്കിൽ പറയാം, മഴ പെയ്യുന്ന ഒരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം, നൈറ്റ് ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അരോമ ഡിഫ്യൂസർ എന്നും പറയാം. ഈ മുകളിൽ കാണുന്ന വൈറ്റ് ക്യാപ്പ് നിങ്ങൾ ഊരിയിട്ട് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. കൂടെ വന്ന ഒരു അരോമ ഓയിൽ ഉണ്ട്, ആ ഒരു ഓയിലും ഒഴിക്കാം. ഇത് അടച്ചു വെക്കാം. താഴെ കാണുന്ന 3 ബട്ടണിന്റെ ഫസ്റ്റ് ബട്ടൺ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓൺ ആയി. നിങ്ങൾക്ക് മുകളിൽ ലൈറ്റ് കാണാൻ പറ്റും. ആൻഡ് മഴത്തുള്ളികൾ പോലെ വെള്ളം വീഴുന്നതും കാണാൻ പറ്റും. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു മഴ പെയ്യുന്നത് പോലെയുള്ള ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് പല കളേഴ്സിൽ ഈ ഒരു ലൈറ്റ് കത്തിക്കാവുന്നതാണ്.
മഴ വേണ്ട, ലൈറ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാം. രാത്രിയൊക്കെ നിങ്ങളുടെ ബെഡ് സൈഡിൽ ഈ ഒരു സാധനം വെച്ച് ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നൈറ്റ് ലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ചില ആൾക്കാർക്ക് ഈ മഴയുടെയൊക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇത് യൂസ് ചെയ്യാം. ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ കൂടെ നിങ്ങൾക്കൊരു USB-C കേബിൾ വരുന്നുണ്ട്. ഈ ഒരു USB കേബിൾ അടിയിലായിട്ട് ഇത് ഇവിടെയായിട്ട് കുത്തി വെക്കാം. റെഡ് കളർ ലൈറ്റ് കത്തും ചാർജ് ചെയ്യുന്ന സമയത്ത്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഊരിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1999 rupees ആണ്. ഈ പ്രൊഡക്റ്റുകളുടെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുളസിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.